അറിയില്ല. കാരണം ഇതേ രൂപത്തിലുള്ള എക്സിറ്റ് പോള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും വലിയ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമായിരുന്നു. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു അന്നത്തെ പ്രചരണം. ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. കേന്ദ്രവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ശക്തമായ ആയുധമാക്കിയെടുത്തതാണ്. ആ രൂപത്തിലുള്ളൊരു ആരോപണമൊന്നും ഇപ്പം ഇല്ല. ഒരു കാലഘട്ടത്തിൽ ലാവിലിട്ടായിരുന്നു. അപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ മേൽവിലാസം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ അഴിമതി ആരോപണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അല്ല, അതിലിപ്പോൾ 4 ഏജൻസികളല്ലേ നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ചില ഏജൻസികൾ LDF അധികാരത്തിൽ വരുമെന്നുള്ളത് ഒരു ചെറിയ മുൻതൂക്കം LDFനാണെന്ന് മലയാള മനോരമ, മാതൃഭൂമിയൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. കേരളത്തെ നശിപ്പിക്കുന്നതിൽ, കേരളത്തെ തകർക്കുന്നതിൽ കേരളത്തിലെ ജനത കൂട്ടുനിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഈ എക്സിറ്റ് പോളുകളുടെ കണക്കെടുക്കുമ്പോൾ നേരത്തെ VD സതീശന്റെ പ്രധാന അവകാശവാദം 100+ എന്നായിരുന്നു. പക്ഷേ എവിടെയും ഈ എക്സിറ്റ് പോളിലൊന്നും 100+ കാണുന്നില്ല. അപ്പോൾ അതായത് UDF തരംഗം എന്ന ഒരു എക്സിറ്റ് പോൾ 100+ കിട്ടിയിട്ടില്ലെങ്കിൽ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ആദ്യം പറഞ്ഞു, പിന്നീടാണ് അത് മാറ്റിയത്. 100+ എന്നുള്ളതിൽ ആദ്യം നിന്നു, പിന്നെ വനവാസം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത് ഗവൺമെൻറ് കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ രൂപത്തിലുള്ള അടിപിടിയും നേർച്ച എന്ന് പറയുന്നത് ചില്ലറ നേർച്ചയില്ല. എതിരാളിയായിട്ടുള്ള ആൾക്ക് ഒരു രൂപത്തിലും ജീവൻ നിലനിർത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഗൂഢോത്രമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് K. സുധാകരനെതിരായിട്ട് ഒരു ഗൂഢോത്രം നടത്തി ഓർമ്മ നിങ്ങൾക്ക്? അത് അദ്ദേഹം പറഞ്ഞല്ലോ KPCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത്. ഇപ്പം ഞാൻ അത് കണ്ടുപിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിക്കുമായിരുന്നു. അത് ഇത് കോൺഗ്രസ്സുകാരാണ്. ജ്യോത്സ്യന്മാരെ പിടിച്ചിട്ട് അവർ ജീവിപ്പിച്ചതാണ്. അങ്ങനെയുള്ള കുറേ ജ്യോത്സ്യന്മാർ അവർക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വേലത്തിനായിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. എന്തായാലും കേരളത്തിലെ ജനത LDFനെ വീണ്ടും അധികാരത്തിൽ വരുത്തുമെന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. ഈ BJPക്ക് നിലവിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഒരൊറ്റ സീറ്റും കിട്ടില്ല. അക്കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ ഒറ്റ സീറ്റും BJPക്ക് കിട്ടില്ല. ഓക്കെ. അതിന് മറ്റൊരു വിഷയം ഈ വൈദ്യുതി കരാറുമായി ബന്ധപ്പെട്ടാണ്. 2015 കരാറുകൾ റദ്ദാക്കിയത്. അതിലൊക്കെ എന്തൊക്കെ ദുരൂഹതയുണ്ട്, അതുകൊണ്ടാണ് ഇത്തരം ഇഷ്യൂ എന്ന് ഒരു അഭിപ്രായമുണ്ടോ? അല്ല, ഞാനിന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എഴുതാനുള്ള കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. കാരണം മാർക്കറ്റ് വില കൂടിയ സമയത്ത് ഒരു കരാറ് റദ്ദാക്കുകയാണ്. മാർക്കറ്റിനേക്കാളും കരാറ് പ്രകാരം വൈദ്യുതി ലഭ്യമാകുന്ന ഘട്ടത്തിൽ കരാറ് റദ്ദാക്കുന്നു. എന്നാൽ മാർക്കറ്റിനേക്കാളും വില കൂട്ടി കരാറുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ രണ്ടും നമ്മൾ കാണുകയാണ്. റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ രണ്ട് സമീപനവും എനിക്ക് ആദ്യ സംശയമായിരുന്നു. കാരണം 25 വർഷത്തേക്ക് ഒരു കരാറ് 4 രൂപ 49 പൈസ യൂണിറ്റിന് ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് 3.5 രൂപക്ക് പൊതുമാർക്കറ്റിൽ കിട്ടും. പറഞ്ഞ് മനസ്സിലായില്ലേ? എന്നിട്ട് ആ കരാർ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം ഇല്ലാതെ UDF നടപ്പിലാക്കുകയാണ്. പിന്നെ LDF അധികാരത്തിൽ വന്നതിന് ശേഷവും അത് നടപ്പിലാക്കുകയാണ്. അങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരമില്ലാതെ 7 വർഷം ആ കരാറുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെൻറ്റുകളും മുന്നോട്ട് പോയി. പിന്നെ ഇതിൻ്റെ നേരെ ഇരട്ടി വില മാർക്കറ്റിലുണ്ടാകുമ്പോൾ, പവർ എക്സ്ചേഞ്ചിലുണ്ടാകുമ്പോൾ അതിൻ്റെ നേരെ പകുതിക്ക് കിട്ടിയ കരാർ റദ്ദ് ചെയ്യുന്നു. ഒരു വല്ലാത്ത വൈരുദ്ധ്യമാണത്. അപ്പോൾ ഇത് പരിശോധിക്കേണ്ടതാണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എടുത്തു. താല്പര്യം അല്ല, താല്പര്യം അത് പരിശോധിക്കണം.